കാസർഗോഡ് കൊളത്തൂരിൽ പുലി തുരങ്കത്തിൽ കുടുങ്ങി. ചാളക്കാട് മടന്തക്കോട് വി കൃഷ്ണന്റെ കവുങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള തുരങ്കത്തിലാണ് പുലിയെ കണ്ടെത്തിയത്. സരീഷ് പി കെ ആണ് വിവരങ്ങളുമായി ചേർന്നത്. സരീഷ്, ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണോ ഇവിടെ? ഏത് രീതിയിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്? കൊളത്തൂർ മടന്തക്കോട് മേഖലയിൽ നേരത്തെ തന്നെ പുലിയുടെ ശല്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി 2 കൂടുകൾ വനവകുപ്പ് ഈ മേഖലയിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൂട്ടിലൊന്നും തന്നെ പുലി കുടുങ്ങിയിരുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി 7 മണിക്ക് ചെറിയ ശബ്ദം കേട്ട് നാട്ടുകാരാണ് ഈ പരിശോധന നടത്തിയത്. അതിനിടയിലാണ് ഈ ഗുഹ പോലെയുള്ള ഒരു ഭാഗത്ത്, അതായത് ഈ അടക്കത്തോടിന്റെ അല്ലെങ്കിൽ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ ഭാഗമായുള്ള ഒരു മേഖലയിലാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്താണ് ഈ പുലി ഒരു കുടുങ്ങിയ നിലയിൽ, അതായത് ഒരു ഗർത്തം പോലുള്ള ഒരു മേഖലയാണ്. അവിടെ ഗുഹയ്ക്ക് സമാനമായ ഒരു ഗർത്തത്തിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. അതിന് തൊട്ട് സമീപത്ത് തന്നെ ഒരു നീർച്ചാലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ വെള്ളം കുടിക്കാൻ എത്തിയ കടുവ അവിടെ കുടുങ്ങിപ്പോയതാവാം എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും വനംവകുപ്പിന്റെ DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടും ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ വെടിവെച്ച്, അതായത് മയക്കുവെടി വെച്ച് ഈ കടുവയെ കൂടിലേക്ക് മാറ്റുക എന്നൊരു ശ്രമമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും പക്ഷേ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ ആറളത്തു നിന്നുമാണ് വെറ്റിനറി ഡോക്ടറെ എത്തിക്കേണ്ടത്. അപ്പോൾ അത്രയേറെ സമയം അത്രത്തോളം അല്ലെങ്കിൽ ഈ പുലിയെ പുറത്തെത്തിക്കാൻ ഇനിയും എടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ DFO ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും RFO ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ RRT ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. വല ഉൾപ്പെടെയുള്ളവ എത്തിച്ച് ഈ ഗർത്തം, അതായത് ഈ പുലിയുള്ള മേഖലയിൽ തുരങ്കം ഉൾപ്പെടെയുള്ളവ കവർ ചെയ്തതിനു ശേഷമാണ് ഈ പുറത്ത് DFO ഉൾപ്പെടെയുള്ളവർ നിൽക്കുന്നത്. എന്തായാലും കൂട് സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വെറ്റിനറി ഡോക്ടറെ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ നിന്നും ആറളത്തു നിന്നും പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരുപക്ഷെ ഇനിയും 3 മണിക്കൂറിലേറെ, അതായത് ആറളത്തു നിന്നും ഇങ്ങോട്ടേക്ക് എത്തണം. 7 മണിയോടെയാണ് ഇത് കാണുന്നത്. പിന്നീട് DFO ഉൾപ്പെടെ എത്തിയതിനു ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് വെറ്റിനറി ഡോക്ടറെ എത്തിക്കാനുള്ള അനുമതി നൽകാനാവുകയുള്ളൂ. അപ്പോൾ കളക്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DFO ഇതിനുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരുപക്ഷെ 12 മണിയോടെയോ അല്ലെങ്കിൽ രാത്രി 1 മണിയോടെയോ മയക്കുവെടി വെച്ച ശേഷം പുലിയെ കൂട്ടിലേക്ക് മാറ്റാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി സരീഷ്.